അമ്മ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഇതുവരെ പോയിട്ടുള്ളത്? തിരുവൈരാണിക്കുളം, തിരുവാറന്മുള, പഞ്ചവാണ്ട ക്ഷേത്രം, പിന്നെ ത്രിപുർണേശ്വരിയോ ഏതാണ് ത്രിപുർണേശ്വര ക്ഷേത്രം, പിന്നെ വൈക്കം ഏറ്റുമാനൂർ ക്ഷേത്രം, കടുത്തുരുത്തി, അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വർഷം തോറും ഈ KSRTC വഴി പോകും. ശരിക്കും ഈ നമ്മളൊക്കെ കുടുംബം മൊത്തം അച്ഛന് മൂന്ന് തലമുറ ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകും. KSRTCയുടെ ഒരുപാട് സർവീസുകൾ അനുഭവം അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ കയറി ഇന്ന് നമ്മുടെ വീടെത്തുന്നത് അറിയത്തില്ല. അമ്പലത്തിൽ പോകുന്ന പാട്ടും അതിനെ പിന്നെ അത് തന്നെയല്ല നല്ല അറിവുകൾ കിട്ടുന്നത് സംഭാഷണം കണ്ടക്ടർ യാത്രക്കിടയിൽ നല്ല നമുക്ക് അനുഭവം അമ്മയും മക്കളും എങ്ങനെയാണെന്നും മക്കൾ ഏത് രീതിയിൽ പോവുകയാണെങ്കിൽ അതിനെ മാറ്റുന്ന രീതിയിലൊക്കെയുള്ള ആ സംഭാഷണം നല്ല രസമാണ്. നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് അടുത്ത വർഷവും പോകാൻ തോന്നും. ഇവരെയൊക്കെ സ്വന്തക്കാരായിട്ടാണ് ഇപ്പോൾ സ്വന്തക്കാരായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഗ്രൂപ്പുണ്ട്, മൊബൈലിൽ ഗ്രൂപ്പുണ്ട്, മരുമോടെ അതിനകത്ത് ഗ്രൂപ്പുണ്ട്. നല്ലതാണ്. അടുത്ത അന്നേരം നമുക്കങ്ങ് പോകാൻ തോന്നും ആ വർഷം വരുമ്പോൾ. പ്രായമായി കഴിയുമ്പോൾ അമ്മമാര് അച്ഛനും പോകും. അച്ഛനാണെങ്കിൽ 82 വയസ്സുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ഇത്രയും പ്രായമാകുമ്പോഴും നമുക്ക് ഒരു കരുതലോടുകൂടി ഇങ്ങനെ പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മക്കളെയും മരുമക്കളെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ കുടുംബം പോയപ്പം പിന്നെ മോളെയും മരുമോനെയും മക്കളെയും കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ അത് നല്ല രസമായതുകൊണ്ട് അങ്ങനെ അവരും 2 പ്രാവശ്യം കൊണ്ട് വരുന്നു. ഞങ്ങൾ അതിന് മുമ്പ് ഇപ്പോൾ 5-6 വർഷം കൊണ്ടേ പോകുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ KSRTCയോട് നന്ദി പറയാനാണ് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിലുള്ള നിരവധി ക്ഷേത്രങ്ങളെ കുറിച്ച് പല തലമുറയിൽപ്പെട്ടത് അമ്മ പറഞ്ഞു. ഈ ചെറിയ മകന്റെ പേര് അഥർവ എന്നാണ്. അവനുൾപ്പെടെ ഈ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആശയം തന്നെയാണ്. KSRTCയുടെ ഒരു ഏറ്റവും വലിയ വിജയം തന്നെയാണ് ഇത്തരം ക്ഷേത്രങ്ങൾ, ഇത്തരം സാംസ്കാരിക പൊങ്കാലയ്ക്ക് കൊണ്ടുവന്ന് അതുകൊണ്ടല്ലേ വന്നത്. അത് സേഫാണ്. അതുകൊണ്ട് സേഫായിട്ട് നമ്മുടെ യാത്രകൾ സന്തോഷകരമായിട്ട് അറിവുകൾ പങ്കുവെച്ച് പോകാം എന്ന് പറയുന്ന ഈ അമ്മ തന്നെയാണ് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ അംബാസഡർ. ഇത് വത്സല ചേച്ചി. ഞങ്ങളിങ്ങനെ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ കാണാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ വന്ന് വെറുതെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇഷ്ടം കൂടി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എവിടെയോ കണ്ട പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടാ സ്ഥലം എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ തിരുവനന്തപുരം, ഞാനങ്ങ് കൊട്ടാരക്കരയാ എന്ന് പറഞ്ഞു. അങ്ങനെ വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ അമ്മ ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മയുടെ പേരക്കുട്ടിയുടെ ആ ഒരു അച്ചീവ്മെന്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് നാടകത്തിലേ പിന്നെ ഇവിടെ കൊല്ലം ജില്ല, പിന്നെ ഇത് സ്റ്റേറ്റ് വരെ പോയി അവിടുന്നും ഇതെല്ലാം വാങ്ങിച്ചു വന്ന ഒരു കൊച്ചാണ് ഇല്ലിരിക്കുന്നത്. കണ്ടോ അമ്മയുടെ കണ്ണ്, കണ്ടോ അമ്മയുടെ കണ്ണിൽ ആ ഒരു സ്നേഹവും അഭിമാനവും. ഒറ്റ മോളേ ഉള്ളൂ. ആ മോളാണ് ഇങ്ങനെ. ഒരു മോനും കൂടെ ഉണ്ട്, അവൻ എറണാകുളത്ത് പഠിക്കുന്നു. അമ്മയുടെ അഭിമാന ഭാജനമായ ആ മകളെ നമുക്ക് പരിചയപ്പെട്ടിട്ട് വരാം. ഇതാണ് അമ്മൂമ്മയുടെ അഭിമാന താരമായ പേര് പറ. അരോമ. മോള് ഭയങ്കര ഇംഗ്ലീഷ് നാടകം അല്ലേ? ഇംഗ്ലീഷ് സ്കിറ്റ്. ഓക്കെ, നാടകമല്ല, സ്കിറ്റ്. സോറി, തിരുത്തി. ഇംഗ്ലീഷ് സ്കിറ്റിന്റെ ആളാണ്. എന്തൊക്കെയാണ് മോളുടെ ആ ഒരു കഴിവുകളും നേട്ടങ്ങളും പറഞ്ഞേ? ഇംഗ്ലീഷ് സ്കിറ്റിന് തുടർച്ചയായിട്ട് 3-ാം വർഷം, ഞാൻ 2-ാം വർഷം സ്റ്റേറ്റിൽ പോകുന്നുണ്ട്. 3-ാം വർഷം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ആവുന്നുണ്ട്. സ്കൂൾ ലെവലിൽ ഡിസ്ട്രിക്റ്റ്. അതെ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനാണോ പറയുന്നത്? സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. ഓക്കെ. എങ്ങനെയാ ഈ ഇംഗ്ലീഷ് ഡ്രാമ, ഇംഗ്ലീഷ് സ്കിറ്റ് എന്നുള്ള ഒരു ഇതിലേക്ക് മോളുടെ ഒരു ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയാ? അത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളുടെ സാറുണ്ട്. അപ്പം സാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ചേരാന്ന്. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ചേർന്നു. ആക്സെന്റ് ആണോ ഇംഗ്ലീഷില്? അത്രയ്ക്കും ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ അച്ചീവ്മെന്റ് കിട്ടിയത്. അത് ആക്സെന്റ് മാത്രമല്ല, പിന്നെ സാറിന്റെ സപ്പോർട്ട്, പിന്നെ നമ്മുടെ ആ ഒരു ആക്ടിങ്ങിന്റെ സ്കില്ലൂടെ നോക്കി.